ഗൈസ് അപ്പൊ നമ്മളിപ്പോ തൊപ്പിന്റെ കൂടെ റൈഡ് പോകാൻ പോവുകയാണ്. അതും BMW-ൽ. ബട്ട് നമ്മളിപ്പോ പഠിക്കാനാണ് പോകുന്നത്, അതും HTML-ഉം CSS-ഉം ജാവാസ്ക്രിപ്റ്റും. കോഡിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ നമ്മൾ ഇത് സിമ്പിൾ ആയിട്ട് ഇപ്പൊ തന്നെ പഠിക്കും. ഫേസ്ബുക്ക്, ഗൂഗിൾ, ഇൻസ്റ്റാഗ്രാം പോലത്തെ വെബ്സൈറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന 3 കോഡിംഗ് ലാംഗ്വേജുകളാണ് HTML, CSS, ജാവാസ്ക്രിപ്റ്റ്. പക്ഷേ ഇതിനകത്ത് HTML ഒരിക്കലും നമുക്കൊരു കോഡിംഗ് ലാംഗ്വേജ് ആയിട്ട് കൂട്ടാൻ പറ്റത്തില്ല. അത് നമ്മൾ പിന്നെ പറഞ്ഞുതരാം. ഇനി നമുക്ക് ഇത് ഓരോന്നും എന്താന്ന് നോക്കാം. അപ്പൊ നമുക്കൊരു വീട് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. നമ്മളൊരു വീട് ഉണ്ടാക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ തറ കെട്ടി ബാക്കി സ്ട്രക്ചറൊക്കെ സെറ്റ് ചെയ്യും. അതുപോലെ വെബ്സൈറ്റിനകത്ത് സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് HTML. ഒരു സൈറ്റ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന ടെക്സ്റ്റുകൾ, ബോക്സുകൾ, ഇതൊക്കെ HTML ആണ്. ഇനി നമ്മളെ വീട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ പെയിന്റ് അടിക്കും, ഇന്റീരിയർ ഒക്കെ ചെയ്യും. അപ്പൊ ഇത് നമ്മുടെ സൈറ്റിനകത്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് CSS. ഇനി ആ വീട്ടിലെ മോട്ടറിന്റെ സ്വിച്ച് ഇടുന്ന സമയത്ത് ടാങ്കിലേക്ക് വെള്ളം വരണം. അപ്പൊ ഇതൊരു ഫംഗ്ഷനാലിറ്റിയാണ്. അപ്പൊ ഇതുപോലെ നമ്മൾ HTML കൊണ്ട് ക്രിയേറ്റ് ചെയ്തു, CSS കൊണ്ട് സ്റ്റൈൽ ചെയ്തൊരു ബട്ടൺ. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ആക്ഷൻ നടക്കണം. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ജാവാസ്ക്രിപ്റ്റ്. ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് വരുന്ന വീഡിയോകളിൽ പഠിക്കാം. ഒരു 3 to 4 days ഫുൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് HTML വൃത്തിക്ക് പഠിക്കാൻ പറ്റും. 5 to 7 days നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് CSS-ഉം നന്നായിട്ട് പഠിക്കാൻ പറ്റും. പക്ഷേ ജാവാസ്ക്രിപ്റ്റിലേക്ക് വരുമ്പോൾ കുറച്ച് അധികം പഠിക്കാനുള്ളതുകൊണ്ട് തന്നെ ഒരു 10 to 12 days നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇത്രയും സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റും പഠിക്കും. പക്ഷേ ഇതൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ C പ്രോഗ്രാം വെച്ച് തുടങ്ങണം എന്നാണ് ഞാൻ പറയുക. C പ്രോഗ്രാമിന്റെ ഷോർട്ട് നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് DM ചെയ്യാവുന്നതാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം മെന്റർ ബ്രോ. മറ്റൊരു വീഡിയോയിൽ കാണാം.